കൗമാരക്കാർക്കിടയിലെ ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ ഹ്രസ്വചിത്രവുമായി പുതുക്കാട് സെന്റ് ആന്നീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. പലതരത്തിലുള്ള ഒറ്റപ്പെടൽ കുട്ടികൾ നേരിടുമ്പോൾ അവസാന അഭയം കണ്ടെത്തുന്നത് ആത്മഹത്യയിലാണ്. ഇത്തരം സാഹചര്യത്തിൽ വീട്ടുകാർക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കും എന്ത് റോളാണ് ഉള്ളതെന്നാണ് ഹ്രസ്വചിത്രം പറയുന്നത്. 30 മിനിറ്റുള്ള ചിത്രത്തിന് പിന്നിൽ വിദ്യാർത്ഥികളുടെ 1 വർഷത്തോളം നീണ്ട പ്രയത്നഫലമാണ്. ഹു എന്ന് പേരിട്ടിരിക്കുന്ന ഹ്രസ്വചിത്രത്തിൻ്റെ രചനയും സംവിധാനവും അലൻ വർഗീസാണ്. മിനീഷാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം ക്രിസിൽ ഡേവിസും സംഗീതം ഹരിപ്രസാദും എഡിറ്റിംഗ് MP-യും നിർവഹിച്ചിരിക്കുന്നു. MS അൻസിൽ, PB ആദിത്യൻ ക്യാമറ, ബിറ്റോ ബിജു അസിസ്റ്റന്റ് ക്യാമറാമാനായും CN രാഹുൽ, KV വിശ്വാസ് എന്നിവർ ഡ്രോൺ ഓപ്പറേറ്റർമാരായും പ്രവർത്തിച്ചു. AS കാശിനാഥ്, അലൻ വർഗീസ്, PR ശ്രീനന്ദ, പ്രാർത്ഥന ഗുരുവായൂരപ്പൻ, ഹരിദത്ത, മാളവിക C രവി, ശ്രേയ ലക്ഷ്മി, CR അനശ്വർ, ബിറ്റോ ബിജു, ഫൈന രഞ്ജിത്ത്, ടിൻസി ആൻഡോ, VO മിനി എന്നിവരാണ് അഭിനയിച്ചത്. ആദ്യ പ്രദർശനം ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ തോമസ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. CGSC ജില്ലാ കോർഡിനേറ്റർ പ്രകാശ് ബാബു, ഇരിങ്ങാലക്കുട ഉപജില്ലാ കോർഡിനേറ്റർ TS സരിത, സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത്, പ്രിൻസിപ്പൽ ഗിൽസെ പല്ലൻ, പ്രോഗ്രാം കൺവീനർ VO മിനി എന്നിവർ സന്നിഹിതരായി. ഗംഭീരമായിരുന്നു, അതിഗംഭീരമായിരുന്നു. പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവരെയും. മിനി ടീച്ചറെയും അലനെയും ഒക്കെ അഭിനന്ദിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ ആത്മഹത്യാ പ്രവണത എന്നത് നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നത് മുതിർന്നവരിൽ ഡിപ്രഷനൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണെന്നായിരുന്നു. ബഹുമാനപ്പെട്ട പോളച്ചൻ നേരത്തെ ജോലി ചെയ്തിരുന്ന എറവ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അച്ഛന് മുൻപ് ഒരു 3.5 കൊല്ലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അത് 1999, 2003 ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഒരു 2 വർഷത്തിനിടയിൽ 3 കുട്ടികൾ, അന്ന് ഹൈസ്കൂൾ വരെ അവിടെയുള്ളൂ, അവർ വലിയ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല അവർ ആത്മഹത്യ ചെയ്തു. ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട്. അച്ഛൻ്റെ കോളേജിൽ ഞാൻ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അത്രയും മനോഹരമായിട്ടൊരു കോളേജാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്നുള്ള പല വിദ്യാർത്ഥികളും പഠിക്കുന്നുമുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പിന്നെ അത് സംസാരിക്കാം. ഇന്നത്തെ ഈ ഒരു സംരംഭത്തിൽ, അതായത് ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനം എനിക്ക് ശരിക്കും അറിയാം. കാരണം നമ്മളുടെ ഇപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക, അവിടെ പുറകിലൊന്നും നിശബ്ദമായിരിക്കും കേട്ടോ. സെന്റ് ആന്റണീസ് പുതുക്കാടിന് ഇത് ഏറ്റവും അഭിമാനകരമായ നിമിഷം, രോമാഞ്ചമുണ്ടായി പോകുന്ന ഒരു രംഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏത് വാക്കുകൊണ്ട് നിങ്ങളെ അഭിനന്ദിക്കണം എന്നറിയില്ല. പ്രത്യേകിച്ചും ഇത്ര നല്ല ഒരു മെസ്സേജ് പൊതുസമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കാൻ കഴിയണം. 1-2 ആ പ്രാർത്ഥന ആയി അഭിനയിച്ച കുട്ടി കൂട്ടത്തിലുണ്ടാവും. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. കാരണം ഇത്ര ടാലൻ്റായ നല്ല കഴിവുള്ള കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അത് കോർത്തിണക്കാനായിട്ട് ടീച്ചർമാർക്കും നമ്മുടെ സ്കൂളിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു അഭിമാനം.